ഇത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി പഞ്ചായത്തിലെ അന്നപൂർണ പാടശേഖരം. 40 കർഷകരുടെ കൂട്ടായ്മയിലൂടെയാണ് ഈ മണ്ണിൽ പൊന്നു വിളയിക്കുന്നത്. തുണ്ടുതുണ്ടായി തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോഴാണ് കൂട്ടായ കൃഷിരീതിയെപ്പറ്റി ഈ കർഷകർ ചിന്തിച്ചു തുടങ്ങിയത്. കൃഷിവകുപ്പിന്റെ ആത്മ പദ്ധതിയിൽ നിന്നും പ്രചോദിതരായ ഈ കർഷകർ തങ്ങളുടെ തരിശായ ഒറ്റപ്പെട്ട നിലങ്ങൾ ഒന്നിച്ചു ചേർത്ത് 50 ഏക്കർ സ്ഥലമാക്കി വിത്തിറക്കി. ഇവർ ഒത്തുചേർന്ന് കർമ്മസേന എന്നൊരു ഗ്രൂപ്പ് രൂപീകരിച്ച് കൃഷിവകുപ്പിൽ നിന്നും മറ്റു സംഘങ്ങളിൽ നിന്നും ശാസ്ത്രീയവും പാരമ്പര്യവുമായ കൃഷിരീതികളെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. പുതിയ കൃഷി അറിവുകളും ഉയർന്ന സാങ്കേതിക വിദ്യയും ലഭിച്ചപ്പോൾ ഇവർ കൊയ്തെടുത്തത് 100 മേനി വിജയമായിരുന്നു. ഈ പാടശേഖരത്തിലാണ് ഈ പ്രാവശ്യം സർക്കാരിൻ്റെ 35 വനിതകളെ വെച്ചിട്ട് ഈ നടീൽ പരിശീലനം നടന്നത്. തൃത്തല ബ്ലോക്കിൻ്റെ നേതൃത്വത്തിലാണ് അത് നടന്നത്. അത് വളരെ ഭംഗിയായി നടന്നു. ഈ വാർഡിൽ 5 സ്ത്രീകളുണ്ടായിരുന്നു. അതിൽ അവർ നല്ല രീതിയിൽ നടാനുള്ള പരിചയം അവർക്ക് ആയി. പഞ്ചായത്തിൻ്റെ ഇതും കൂടി ഉണ്ടെങ്കിൽ അത് അവർ 2 വണ്ടി ശരിയാക്കി കൊടുക്കുക ചെയ്യാൻ അവർ അടുത്ത വർഷം നടാമെന്ന് പറയുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കൃഷിയിൽ ഉപയോഗിക്കുന്നത് പച്ചില വളം, ചാണകം, പിന്നെ കോഴിവളം, ഇത്രയും, പിന്നെ മേൽവളം അടിവളമായിട്ട് ഫാറ്റംപോസ്, പൊട്ടാഷ്, മേൽവളമായിട്ട് യൂറിയ, പൊട്ടാഷ്, വീണ്ടും യൂറിയും പൊട്ടാഷ് തന്നെ, അങ്ങനെ 3 വളങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറിന് 1000 കിലോ നെല്ലാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഈ പാടശേഖരത്തിൽ പഴയ ചിറ്റാണി, ചെമ്പൻ എന്നുള്ള വിത്തുകളാണ് ഉപയോഗിച്ചിരുന്നത്. അന്ന് 1000 കിലോ വരെയാണ് ഉൽപ്പാദനം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 3000 കിലോ വരെ എത്തി നിൽക്കുന്നുണ്ട്. ഉമ, പൊന്മണി എന്നുള്ള വിത്തുകളാകുമ്പോൾ 3000 കിലോ വരെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. 2 വർഷം മുന്നേ ഏതാനും പാടശേഖരങ്ങൾ തരിശായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ എനിക്ക് തൊഴിലാളി ക്ഷാമം മാതിരി കൃഷി മുതലാവാത്ത രൂപത്തിലായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാച്ചെങ്കിൽ ഒരു ഏക്കറിനൊരു 15,000 രൂപയാണ് ഒരു ഏക്കറിന് ഇപ്പോൾ ചിലവ് വരുന്നത്. എങ്ങനെയായാലും ഒരു 3000 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കുക 50,000 രൂപയുടെ മേലെ വരുമാനം ഉണ്ടാവും. മെയിനായിട്ട് കാലാവസ്ഥയാണ് കൃഷിക്ക് വേണ്ടത്. കാലാവസ്ഥ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇറക്കിയ പൈസ തന്നെ നഷ്ടത്തിലാവാനും വഴിയുണ്ട്. ഇപ്പോൾ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഇൻഷൂർ ഇതൊക്കെ ഉള്ള കാരണം കൃഷിക്കാർക്കൊരു ധൈര്യം ഉണ്ട്. കൃഷിക്കാരാണ് ഞങ്ങളുടെ ഈ പാടശേഖര സമിതിയിലുള്ളത്. 40 പേരും ഒത്തൊരുമയോടുകൂടി കൃഷി ചെയ്യുന്നു. കുടുംബശ്രീകളും കൃഷി ഇറക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വലിയ ലാഭമില്ലെങ്കിലും ചിലവായത് ലഭിക്കാറുണ്ട്. കൂടുതലായും ജൈവവളമാണ് ഉപയോഗിക്കാറുള്ളത്. രാസവള വിമുക്തമായി നെല്ല് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അൻപത് ഏക്കർ ഒന്നിച്ച് ഒഴുകയും പച്ചിലവളം, ചാണകം, കോഴിവളം, ഫാക്ടംഫോസ്, പൊട്ടാഷ്, യൂറിയ തുടങ്ങിയവ അടിവളമായും മേൽവളമായും ചേർത്തുകൊണ്ടാണ് ഞാറ് നടുന്നത്.
മണ്ണിന്റെ വളക്കൂറും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്ന ജൈവ കൃഷിക്കാണ് ഇവർ മുൻതൂക്കം നൽകുന്നത്. പാടശേഖര കമ്മിറ്റിയുടെ കൂട്ടായ്മ ഉള്ളതിനാലും ഈ വർഷം യന്ത്രവൽകൃത കൃഷിയാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമാവധി രാസവളം ഒഴിവാക്കി ജൈവവള കൃഷിയിലേക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് നെല്ല് സംഭരണം കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാവരും ഈ ഭാഗത്തുള്ള പാടശേഖര കമ്മിറ്റികളെല്ലാം ഗവൺമെൻറ് സംഭരണത്തിനുള്ള നെല്ല് അങ്ങനെയാണ് കൊടുത്തത്. അതും നല്ലൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു നീക്കമാണ്. ഇനി അത് തുടർച്ചയായി കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത്. ഈ പാടശേഖര സമിതിയിലെ കൃഷി വികസനത്തിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്ന ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ ചാലശ്ശേരി കൃഷിഭവൻ്റെ കീഴിലുള്ള ലീഡ് ഫാമർ കൂടിയാണ്. അതുകൊണ്ട് ഈ മൊത്തം ചാലശ്ശേരി പഞ്ചായത്തിലെ എല്ലാ കാർഷിക സമിതികളുമായി ബന്ധപ്പെടുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അന്നപൂർണ്ണ പാടശേഖര സമിതിയിലെ മുഴുവൻ കർഷകരെയും നേരിട്ട് അറിയുന്നതുകൊണ്ട് അവരെ മുഴുവൻ ഈ കൃഷിയിലേക്ക് ഇറക്കുകയും എല്ലാ സ്ഥലവും തരിശായി കിടക്കുന്ന എല്ലാ സ്ഥലവും കൃഷി ഇറക്കാനുള്ള കൃഷി ഇറക്കാൻ അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് 2 വർഷമായി ഇവിടെ വളരെ ഭംഗിയായി കാർഷിക പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇന്ന് കൃഷി ഇറക്കി കഴിഞ്ഞു. ഇവിടുത്തെ കർഷകർക്ക് അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും ഈ കാർഷിക രംഗത്ത് ഇറങ്ങി നന്നായി പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ചാലശ്ശേരി കൃഷിഭവൻ്റെ ഈ വർഷത്തെ ചിങ്ങം 1-നുള്ള നല്ല പാടശേഖരത്തിനുള്ള ട്രോഫി ഈ പാടശേഖര സമിതിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഈ പാടശേഖര സമിതിയുടെ സെക്രട്ടറി കമ്മിറ്റി തന്നെ ഇതിനു വേണ്ടി നന്നായി പ്രവർത്തിക്കുന്നതുകൊണ്ട് നല്ല ഒരു അപൂർവമായ വളർച്ച ഈ പാടശേഖര സമിതിക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൃഷിവകുപ്പിന്റെ ആത്മപദ്ധതിയിലൂടെ 40 ഏക്കർ സ്ഥലത്തായി ഉമ നെൽവിത്താണ് ഇവർ പരീക്ഷിച്ചത്. അതിന്റെ വിജയത്തെ തുടർന്ന് ഈ വർഷം 50 ഏക്കർ സ്ഥലത്ത് പൊന്മണി നെൽവിത്താണ് ഇറക്കിയത്. കൂട്ടായ കൃഷിരീതിയും അത്യുൽപാദന ശേഷിയുള്ള പൊന്മണി നെൽവിത്തും ശാസ്ത്രീയ കൃഷിരീതികളുമെല്ലാം ഒന്നിച്ചപ്പോൾ ഏക്കറിന് 3000 കിലോ വീതം ഈ കർഷകർ കൊയ്തെടുത്തു. നേരത്തെ ഈ സ്ഥാനത്ത് 1000 കിലോയാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വാർഡിൽ അന്നപൂർണ്ണ പാടശേഖരം ഇപ്പോൾ ചിങ്ങം 1 പരിപാടിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല പാടശേഖരത്തിനുള്ള റോളിംഗ് അവാർഡ് ട്രോഫി വാങ്ങണ്ടായി. കഴിഞ്ഞ വർഷവും ഈ രൂപത്തിൽ തന്നെ കൂട്ടായ്മയോടുകൂടിയുള്ള ഒരു കൃഷി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കർഷകരിൽ നല്ലൊരാവേശവും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നല്ലൊരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച പോലെ തന്നെയാണ് ഇത്തവണയും ഈ രൂപത്തിലുള്ള കൃഷി രീതി ഇവിടെ നടപ്പാക്കുന്നത്. തീർച്ചയായും മെമ്പർ എന്നുള്ള നിലയിൽ അഭിമാനമുണ്ട്. അതുപോലെ ഇവിടുത്തെ കർഷകർക്കും അങ്ങേയറ്റം ഇതിൽ കക്ഷി രാഷ്ട്രീയം മറ്റൊന്നും കടന്നു വരാത്ത രീതിയിൽ കർഷകർ എന്ന ആ ഒറ്റ മനസ്സോടെയുള്ള കൂട്ടായ്മയുടെ ഭാഗമായിക്കൊണ്ട് ഈ മേഖലയിൽ തീർച്ചയായും ഒരു പുത്തൻ ഉണർവും അതിൻ്റെ ഭാഗമായ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കൂട്ടായുള്ള ഇത്തരം കൃഷിരീതികൾക്ക് താങ്ങായി കൃഷിവകുപ്പും ഇവരോടൊപ്പമുണ്ട്. ഉയർന്ന സാങ്കേതിക വിദ്യ കരസ്ഥമാക്കുന്നതിൻ്റെ ഭാഗമായി യന്ത്രസാമഗ്രികൾ വാങ്ങാൻ 10 ലക്ഷവും ഏക്കറിന് 6000 രൂപയും കൃഷിവകുപ്പ് സബ്സിഡിയായി നൽകുന്നുണ്ട്. മികച്ച സഹായ വാഗ്ദാനങ്ങളുമായി ചാലിശ്ശേരി പഞ്ചായത്തും ഈ കർഷകർക്ക് ഒപ്പമുണ്ട്. ചാലിശ്ശേരി പഞ്ചായത്തിലെ അന്നപൂർണ്ണ പാടശേഖരത്തിൽ പെടുന്ന ഒരു 25 ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞ വർഷത്തെ ആത്മ പദ്ധതിയാണ് നമുക്കൊരു പ്രചോദനമായത്. മൊത്തം പാടശേഖരത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ വിളവിറക്കിയിട്ടുള്ളത് ഉമ നെൽവിത്താണ്. ഈ വർഷം നമ്മൾ ചെയ്തിട്ടുള്ളത് പൊന്മണി നെൽവിത്താണ് ഉപയോഗിച്ചിട്ടാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. അത് നമ്മുടെ ചാലശ്ശേരി പഞ്ചായത്തിൽ കർമ്മസേന എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ലേബർ ബാങ്ക് രൂപീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് വനിതകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു കർമ്മസേന രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ നട്ടിട്ടുള്ളത്. ഇതിന് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ മെഷീനറി വാങ്ങാനായിട്ട് അനുവദിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറി നമുക്ക് നിലവിലുണ്ടായിരുന്ന വിവിധ മെഷീനറി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്.
ഇതിന് സബ്സിഡി എന്ന് പറയുമ്പോൾ ഇവർക്ക് കഴിഞ്ഞ വർഷം ആത്മയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം നമ്മൾ സാധാരണ നെൽകൃഷിയിൽ സുസ്ഥിര നെൽകൃഷിയിൽ കൊടുക്കുന്ന ആനുകൂല്യം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. 6000 രൂപ സബ്സിഡി. ഇതിനു പുറമെ പഞ്ചായത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള സബ്സിഡികളും കൊടുത്തിട്ടുണ്ട്. 4500 രൂപ സബ്സിഡി കൊടുത്തിട്ടുണ്ട്. RKBY സസ്റ്റൈനബിൾ സുസ്ഥിര നെൽകൃഷി വികസനത്തിൻ്റെ സബ്സിഡികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും അന്നപൂർണ്ണ പാടശേഖരത്തിലത്തെ സെക്രട്ടറി ശ്രീ മുരളീധരൻ്റെ നല്ലൊരു ഇടപെടലാണ് ഇതിന് സഹായിച്ചിട്ടുള്ളത്. കർഷകരും നല്ലൊരു കൂട്ടായ്മയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഏകദേശം 40 കർഷകരാണ് ഈ പാടശേഖരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 40 കർഷകരും ഇതേ രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. മെക്കനൈസ്ഡ് പ്ലാന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷം നമ്മൾ ആത്മാണ് ഇതിനൊരു വലിയൊരു പ്രചോദനം ഉണ്ടായിട്ടുള്ളത്. കൃഷിഭവൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പാടശേഖരത്തിന് നൽകി വരുന്നുണ്ട്. പാടശേഖരത്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളിലും നമുക്കും അതേപോലെ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാടശേഖരം അതിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ വർഷം ഏറ്റവും നല്ല പാടശേഖരമായിട്ട് തിരഞ്ഞെടുത്തതും അന്നപൂർണ്ണ പാടശേഖരം തന്നെയാണ്. ഈ പാടശേഖരം ഇതിനു മുമ്പും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 40 ആളുകളുടെ കൂട്ടായ്മയിൽ നിന്നാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത്. സമ്മിശ്രമായ വളപ്രയോഗത്തിലൂടെയും എല്ലാവരുടെ കൂട്ടായ്മയിലൂടെയുമാണ് നല്ല ഉൽപ്പാദനം കാഴ്ചവെക്കാൻ ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നത്. കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി വരുന്നുണ്ട്. ഈ വർഷത്തെ കർഷക ദിനത്തിൽ മികച്ച പാടശേഖരത്തിനുള്ള അവാർഡ് വന്നിട്ട് അന്നപൂർണ്ണ പാടശേഖരമാണ്. ഈ പാടശേഖരത്തിൽ മൊത്തം 40 കർഷകരാണുള്ളത്. പാടശേഖരത്തിൻ്റെ കൂട്ടായ്മയും എല്ലാവിധ സഹകരണങ്ങളും കൊണ്ടാണ് ഈ പാടശേഖരം മികച്ച പാടശേഖരമായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം. പാലക്കാട് ജില്ലയിൽ തന്നെ എടുത്തു പറയാൻ തക്ക വിധം ഒരു നല്ലൊരു പാടശേഖരമാണ് അന്നപൂർണ്ണ പാടശേഖരം. ഇവർക്ക് കൃഷിഭവനിൽ നിന്നുണ്ടായ എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ കൊടുക്കാറുണ്ട്. കൃഷി ഒരു സംസ്കാരമാണെന്നും ആ സംസ്കാരത്തിന്റെ ആണിക്കല്ല് കൂട്ടായ്മയാണെന്നും തിരിച്ചറിഞ്ഞ അന്നപൂർണ്ണ പാടശേഖര സമിതിക്കാരെ തേടിയെത്തിയത് ഈ വർഷത്തെ മികച്ച പാടശേഖര സമിതിക്കുള്ള സർക്കാരിന്റെ അവാർഡായിരുന്നു. പുതിയ തലമുറയെ കൂടി കൃഷിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് യന്ത്രങ്ങളുടെയും ഉയർന്ന സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ മണ്ണിൽ പൊന്നു വിളയിച്ച് യാത്ര തുടരുകയാണ് അന്നപൂർണ്ണ പാടശേഖര സമിതി. പാട്ടും പാരുന്തക്കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരുന്തക്കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരുന്തക്കെട്ടും ഞാൻ പണ്ടേ കളഞ്ഞേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരുന്തക്കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടിത്തേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിത്തേ. പാട്ടും പാരുന്തക്കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടിത്തേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിത്തേ. പാട്ടും പാരുന്തക്കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല്ലു പൊട്ടി നമ്മളും ചാവും. പാട്ടും പാരുന്തക്കെട്ടും ഞാൻ പണ്ടേ മറന്നേ,
കൊട്ടും കൂരവായും ഞാൻ പണ്ട് കളഞ്ഞേ. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല്ലു പൊട്ടി നമ്മളും ചാവും. പാട്ടും പാരും കേട്ടും ഞാൻ പണ്ട് മറന്നേ. കൊട്ടും കൂരവായും ഞാൻ പണ്ട് കളഞ്ഞേ. ചാവാണ്ടിരിക്കാനെങ്കിലും പാടടി ചെയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടി ചെയ്യേ. പാട്ടും പാരും കേട്ടും ഞാൻ പണ്ട് മറന്നേ. കൊട്ടും കൂരവായും ഞാൻ പണ്ട് കളഞ്ഞേ. ചാവാണ്ടിരിക്കാനെങ്കിലും പാടടി ചെയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടി ചെയ്യേ. പാട്ടും പാരും കേട്ടും ഞാൻ പണ്ട് മറന്നേ. കൊട്ടും കൂരവായും ഞാൻ പണ്ട് കളഞ്ഞേ. കറുത്ത ദൈവത്തെ കൊല്ലുന്ന തമ്പ്രാന്റെ ദൈവം എങ്ങളെ കൊല്ലാണ്ടിരിക്കുമെന്നാരതു കണ്ടു. പാട്ടും പാരും കേട്ടും ഞാൻ പണ്ട് മറന്നേ. കൊട്ടും കൂരവായും ഞാൻ പണ്ട് കളഞ്ഞേ. കറുത്ത ദൈവത്തെ കൊല്ലുന്ന തമ്പ്രാന്റെ ദൈവം എങ്ങളെ കൊല്ലാണ്ടിരിക്കുമെന്നാരതു കണ്ടു. പാട്ടും പാരും കേട്ടും ഞാൻ പണ്ട് മറന്നേ. കൊട്ടും കൂരവായും ഞാൻ പണ്ട് കളഞ്ഞേ. കുഞ്ഞോളെ കൊല്ലുന്ന ദൈവത്തെ നമുക്കും കൊല്ലാം, കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം. പാട്ടും പാരും കേട്ടും ഞാൻ പണ്ട് മറന്നേ. കൊട്ടും കൂരവായും ഞാൻ പണ്ട് കളഞ്ഞേ. കുഞ്ഞോളെ കൊല്ലുന്ന ദൈവത്തെ നമുക്കും കൊല്ലാം, കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം. പാട്ടും പാരും കേട്ടും ഞാൻ പണ്ട് മറന്നേ. കൊട്ടും കൂരവായും ഞാൻ പണ്ട് കളഞ്ഞേ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജലസംഭരണത്തിന് സുസ്ഥിര നൈലോൺ ടാങ്കുകൾ. ഡയറി ഫാം സംരംഭകർക്ക് മിൽമ പരിശീലനം നൽകുന്നു. വാർത്തകൾ വിശദമായി. ഭൂഗർഭ ജലപരിപോഷണത്തിന് മികച്ച മാതൃകയായ നൈലോൺ ടാങ്കുകൾ തയ്യാറാക്കുന്നു പാരിസ്ഥിതിക വികസന പഠന കേന്ദ്രം. കോൺക്രീറ്റ് ടാങ്കുകൾ, ഫൈബർ ടാങ്കുകൾ എന്നിവയെ അപേക്ഷിച്ച് 4/1 നിർമ്മാണ ചെലവ് മാത്രമേ നൈലോൺ ടാങ്കുകൾക്കുള്ളൂ. ഏതുതരം പ്രദേശത്തും നിർമ്മിക്കാവുന്ന നൈലോൺ ടാങ്കുകൾക്ക് സുസ്ഥിര എന്നാണ് പേര്. ഈ ജലസംഭരണ ടാങ്കുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പാരിസ്ഥിതിക വികസന പഠന കേന്ദ്രവുമായി ബന്ധപ്പെടുക. 0497 2650 170. പുതിയ ഡയറി ഫാം സംരംഭകർക്കായി ഫീസ് ഈടാക്കിക്കൊണ്ട് മിൽമ ട്രെയിനിംഗ് സെന്റർ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 22 മുതൽ 25 വരെ തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിലാണ് പരിശീലനം. പാലുൽപാദനത്തിനായി കന്നുകുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കന്നുകുട്ടി മധുലക്ഷണം കാണിക്കുന്നതുവരെയുള്ള പരിചരണം, ചുനയുള്ള പശുവിൻ്റെ പ്രസവം വരെയുള്ള പരിചരണം, പ്രസവിച്ച പശുവിൻ്റെ കറവഘട്ടത്തിലെ പരിചരണം, വിവിധതരം തീറ്റപ്പുൽ വിത്തുകളും അവ കൃഷി ചെയ്യുന്ന രീതികളും, ശാസ്ത്രീയമായ തൊഴുത്തു നിർമ്മാണം എന്നീ വിഷയങ്ങളിൽ വിശദമായ പരിശീലനം നൽകുന്നതായിരിക്കും. താൽപ്പര്യമുള്ളവർ ഈ മാസം 20-ാം തീയതിക്ക് മുൻപായി മിൽമ ട്രെയിനിംഗ് സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിലാസവും ഫോൺ നമ്പറും: പ്രിൻസിപ്പാൾ IC KCMMF ലിമിറ്റഡ് ട്രെയിനിംഗ് സെന്റർ, രാമവർമ്മപുരം, തൃശൂർ 680631. ഫോൺ 0487 269 5869.
കൊല്ലം കുരിയോട്ടുമല ബഫല്ലോ ബ്രീഡിംഗ് ഫാമിലെ 24 പശുക്കളെയും 10 ആടുകളെയും ഈ മാസം 18-ാം തീയതി വ്യാഴാഴ്ച പകൽ 11 മണിക്ക് ഫാമിൽ വെച്ച് ലേലം ചെയ്യുന്നു. 2000 രൂപയാണ് നിരതദ്രവ്യം കെട്ടിവെക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0475 2227 485. പാൽ ഉൽപ്പാദനത്തിനും ഇറച്ചിക്കോഴി ഉൽപ്പാദനത്തിലും വർധനവ് ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പും നബാർഡും സംയുക്തമായി കൊല്ലം, ശാസ്താംകോട്ട, ഓച്ചിറ, ചവറ ബ്ലോക്കുകളിലായി 250 ഡയറി യൂണിറ്റുകളും 100 ബ്രോയിലർ കോഴി യൂണിറ്റുകളും പൈലറ്റ് പ്രോജക്റ്റുകളായി ആരംഭിക്കും. യൂണിറ്റുകൾക്ക് ആവശ്യമായ ധനസഹായം നബാർഡും പ്രോജക്റ്റ് റിപ്പോർട്ട്, സാങ്കേതിക സഹായം എന്നിവ മൃഗസംരക്ഷണ വകുപ്പും നൽകും. ഫാമുകൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവരും അതിനാവശ്യമായ സ്ഥല സൗകര്യമുള്ളവരും അടുത്തുള്ള മൃഗാശുപത്രിയിൽ ഈ മാസം 25-ന് മുൻപ് അപേക്ഷ നൽകണം. കൊട്ടിയം ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ കർഷകർക്ക് 18, 19, 20 തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷന് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474 25 35 345. പാലോട് പ്രവർത്തിക്കുന്ന TBGRIയിൽ കുന്തിരിക്കത്തിൻ്റെ തൈകൾ ലഭ്യമാണ്. അംഗീകൃത വനസംരക്ഷണ സമിതിയുടെ സഹായത്തോടെയാണ് കുന്തിരിക്ക തൈകൾ തയ്യാറാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 0472 2869 246 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. കോട്ടയം തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 18, 19, 20 തീയതികളിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശു വളർത്തൽ, 23-ാം തീയതി കാട വളർത്തൽ എന്നീ വിഷയങ്ങളിൽ സൗജന്യ പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 0489 234323. എറണാകുളം നായരമ്പലം ഗ്രാമപഞ്ചായത്ത് വെറ്റിനറി ഡിസ്പെൻസറി മുഖേന നടപ്പാക്കുന്ന താറാവ് വളർത്തൽ, ഗോവർദ്ധിനി എന്നീ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ 0484 2276 173. ട്രിച്ചിയിലെ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ ബനാന ബാബ എന്ന മുന്തൻ വാഴയിനം പുറത്തിറക്കുന്നു. ഫിലിപ്പൈൻസിൽ ജന്മം കൊണ്ട ഉൽപ്പാദനശേഷി കൂടിയ ഈ വാഴയ്ക്ക് രോഗപ്രതിരോധ ശേഷിയും കൂടുതലാണ്. ഒരു കുലയ്ക്ക് 26 മുതൽ 38 കിലോ ഭാരവും 13 മുതൽ 16 വരെ പടലകളും ഉണ്ടാകും. ഓരോ പടലയിലും 12, 20 പഴങ്ങൾ വരെ ഉണ്ടാകുമെന്ന് NRCB അറിയിച്ചു. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 16,000 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 17,000, വെളിച്ചെണ്ണ തൃശൂർ 15,950, കൊപ്ര കൊച്ചി 10,900, കൊപ്ര കോഴിക്കോട് 11,150, കൊപ്ര തൃശൂർ 10,620, കുരുമുളക് അൺഗാർബിൾഡ് 67,500, കുരുമുളക് ഗാർബിൾഡ് 70,500, ചുക്ക് മീഡിയം 25,000, ചുക്ക് ബസ്റ്റ് 27,500, മഞ്ഞൾ സേലം 7,000, മഞ്ഞൾ ഈറോഡ് 7,200, അടയ്ക്ക പുതിയത് 24,000-നും 25,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,300, റബ്ബർ RSS 4 ഗ്രേഡ് 12,300, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,500, റബ്ബർ RSS 4 ഗ്രേഡ് 12,300 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റ്. വെളിച്ചെണ്ണ 16,000 രൂപ, കൊപ്ര 10,900, പിണ്ണാക്ക് എക്സ്പെല്ല 2,300, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 67,500, കുരുമുളക് ഗാർബിൾഡ് 70,500, ചുക്ക് മീഡിയം 25,000, ചുക്ക് ബസ്റ്റ് 27,500, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 24,000-നും 25,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ 250-നും 290-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 450-നും 490-നും മധ്യേ, ജാതിപത്രി 725-നും 800-നും മധ്യേ, ഗ്രാമ്പു 900-നും 1,010-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 11,500, റബ്ബർ RSS 4 ഗ്രേഡ് 12,300, ഒട്ടുപാൽ 7,400, ലാറ്റക്സ് 8,300 രൂപ. കമ്പോള അവലോകനം. ദക്ഷിണേന്ത്യയിലെ അനുകൂല കാലാവസ്ഥ കുരുമുളക് ഉൽപ്പാദനം അടുത്ത സീസണിൽ ഉയർത്തിയേക്കാം. ഈ നിഗമനത്തിൽ കർണാടകത്തിലെ വൻകിട തോട്ടം ഉടമകൾ സ്റ്റോക്കുള്ള കുരുമുളക് വിൽപ്പനയ്ക്കിറക്കി. കിലോ 650 രൂപയ്ക്കാണ് അവർ ഉൽപ്പന്നം കൈമാറുന്നത്. അതേസമയം മലബാർ കുരുമുളക് വില 680 രൂപയാണ്. ഉത്തരേന്ത്യയിൽ വിദേശ ചരക്കിൻ്റെ ലഭ്യത ഉയർന്നിട്ടുണ്ട്. ആഭ്യന്തര റബ്ബർ അവധി വ്യാപാരത്തിലെ വിൽപ്പന സമ്മർദ്ദം മുൻനിർത്തി ടയർ കമ്പനികൾ ഷീറ്റ് വില ഉയർത്താൻ മടിച്ചു. ടാപ്പിംഗ് രംഗം നിർജീവമായതിനാൽ കാർഷിക മേഖലയിൽ നിന്നുള്ള ഷീറ്റ് നീക്കം നാമമാത്രമാണ്.
ഒരു വിഭാഗം ഓയിൽ മില്ലുകാർ വെളിച്ചെണ്ണ വിറ്റുമാറാൻ തിടുക്കം കാണിച്ചു. കൊച്ചിയിൽ എണ്ണവില താഴ്ന്നു. തൃശൂരിലും നാളികേര ഉൽപ്പന്നങ്ങൾക്ക് തളർച്ച നേരിട്ടു. അതേസമയം മലബാർ മേഖലയിൽ വില സ്റ്റഡിയായി നിലകൊണ്ടു. അവധി വ്യാപാരത്തിലെ വിൽപ്പന സമ്മർദ്ദം ഏലക്കയെ വിലയെ ബാധിച്ചു. അതേസമയം ലേലകേന്ദ്രത്തിലേക്കുള്ള ഏലക്ക നീക്കം ചുരുങ്ങിയ സാഹചര്യത്തിൽ വിലക്ക് മെച്ചപ്പെടുമെന്ന നിഗമനത്തിലാണ് തോട്ടം മേഖല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.2, 24.5. കൊച്ചി 30.4, 25. ആലപ്പുഴ 29.8, 24.7. പുനലൂർ 31.5, 22. തിരുവനന്തപുരം കൂടിയ താപനില 31.4, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.